പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ടർക്കി ഷേക്കാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് സമയവും മാത്രം മതി. എല്ലാവരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം അളവിൽ കട്ട് തൈരാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീക്ക് യോഗേർട്ട് ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് ആയിട്ടുള്ള തൈര് എടുക്കാം. നമുക്കിതിന് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുക്കാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള കനങ്ങുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്, ചെറിയൊരു സവാള, കുറച്ച് കുക്കുംബർ പൊടിയായിട്ട് അരിഞ്ഞതും ഒരു 25 ഗ്രാമോളം അളവിൽ, അതുപോലെ കുറച്ച് മല്ലിയിലയും പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഈ ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സൈഡ് ഡിഷായിട്ടും നിങ്ങൾക്കൊരു ബ്രഞ്ചായിട്ടോ ഒരു ഡിന്നറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം മിസ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തി സെറ്റാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പുഴുങ്ങിയ മുട്ട എടുക്കാം. എന്നിട്ട് അതിനെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ബൗളിൽ വെക്കാൻ പറ്റുന്ന പാകത്തിനനുസരിച്ചുള്ള പീസാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു സമയത്ത് ഒരു മുട്ടയും ഒരു മുട്ടയുടെ വെള്ളയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സീസണിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തു. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം അല്പം അളവിൽ മാത്രമാണ്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ചപ്പാത്തിയോ റാഗി ദോശയോ ഓട്സ് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇടയ്ക്കുള്ളൊരു ബ്രഞ്ചായിട്ടോ അതുപോലെ തന്നെ ഡിന്നറിന് ഒരു ലൈറ്റായിട്ടുള്ളൊരു മീലായിട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫില്ലിംഗ് ആണ്, കംഫർട്ടിംഗ് ആണ്, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെയിറ്റ് ലോസ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വെയിറ്റ് ലോസ് റെസിപ്പീസിൻ്റെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് ആവശ്യം, വെയിറ്റ് ലോസിൻ്റെ എന്ത് ടൈപ്പ് റെസിപ്പീസാണ് ആവശ്യം എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ക്രേവിങ്സ് മാറ്റാനും വളരെ ബെസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തിനും നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.